നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനിൽ നിന്ന് പിന്മാറിയതിന് പിന്നിലെ രഹസ്യം എന്താണ്? പൃഥ്വിരാജിന്റെ പിന്നിലുള്ള മാഫിയും ചേർന്ന് നടത്തിയ അട്ടിമറി ലൈക്ക മണത്തറിഞ്ഞു. അപകടം മണത്ത ലൈക്ക കരാറൊഴിഞ്ഞു. പൃഥ്വിരാജിന്റെയും സംഘത്തിന്റെയും ചതിപ്പണിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ആരാണ് യഥാർത്ഥത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസ്? സുഭാസ്കർ നലിരാജൻ എന്ന ശ്രീലങ്കൻ UK റെസിഡന്റ് 2006 ലൈക്ക മൊബൈൽസ് ലണ്ടനിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് വരുമാനമുയർന്നു. വരുമാനം അധികമായി ഉയർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നതിന് അവർ കണ്ടെത്തിയ ഒരൊറ്റ ഉത്തരം: ലൈക്ക പ്രൊഡക്ഷൻസ്. അങ്ങനെ 2014 ഇന്ത്യയിലെ ലൈക്ക പ്രൊഡക്ഷൻ സ്ഥാപിതമായി. കത്തി എന്ന വിജയ് സിനിമയായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ സിനിമ. അന്ന് സുഭാസ്കർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കത്തിയുടെ നിർമ്മാണ ചെലവ് ലൈക്കയുടെ വെറും 2 ദിവസത്തെ വരുമാനമാണെന്നാണ്. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പണം ലൈക്ക പ്രൊഡക്ഷൻസ് വാരിയെറിഞ്ഞു. പിന്നീട് വന്നതാകട്ടെ കനത്ത നഷ്ടങ്ങളുടെ കണക്ക്. ലൈക്കയുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു എമ്പുരാൻ. പക്ഷേ പാതി വെച്ച് അതും ഉപേക്ഷിച്ചു അവർ ജീവനും കൊണ്ടോടി. വലിയ വിജയം പ്രതീക്ഷിച്ച എമ്പുരാനിൽ പൃഥ്വിരാജും സംഘവും നടത്തിയ അട്ടിമറിയായിരുന്നു ഒറ്റ കാരണം. പിന്നീട് എമ്പുരാന്റെ പ്രൊഡക്ഷൻസ് ഗോകുലം മൂവീസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു, അതും അവസാന നിമിഷം. പക്ഷേ ലൈക്ക പോലുള്ള ഇന്റർനാഷണൽ ഫണ്ട് റേസിംഗ് പ്രൊഡക്ഷൻ കമ്പനി എമ്പുരാനിൽ നിന്ന് പിന്മാറിയപ്പോൾ ഉണ്ടായ വൻ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ ഗോകുലം ഗോപാലിന് ഇത്രയും വലിയ സാമ്പത്തിക അടിത്തറയുണ്ടോ? 400 കോടി മുടക്കാനുള്ള സാമ്പത്തിക അടിത്തറ ഗോകുലം ഗോപാൽ എന്ന ചിട്ടിക്കമ്പനി മുതലാളിക്കുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ലൈക്കയ്ക്ക് പകരം ശതകോടികൾ എമ്പുരാന് വേണ്ടി മുടക്കിയ കാണാമറയത്തുള്ള ആ ശക്തി ആരാണ്? ഗോകുലം ഗ്രൂപ്പ് ഒരു ബിനാമി സെറ്റപ്പ് ആയിരുന്നു. ശരിക്കും ഈ സിനിമയിൽ പറയുന്നത് പോലെ ഒരു എബ്രാം ഖുറേഷി എന്നൊരു ഇസ്ലാമിസ്റ്റ് ഭീകരൻ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ടോ? അവരുടെ ആഗ്രഹപ്രകാരമായിരുന്നു സ്ക്രിപ്റ്റിൽ ഗുജറാത്ത് കലാപം കടന്നു വന്നതും അന്വേഷണ ഏജൻസികളും ഹിന്ദു നേതാക്കളെയും ഒക്കെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതും. ദേശീയ പതാകയെ അപമാനിക്കുന്ന രംഗങ്ങൾ വരെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സെൻസറിംഗ് ബോർഡ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് മോഹൻലാൽ അറിയാതെയാണ് ഗുജറാത്തും ഗോദ്രയും സിനിമയിൽ കടന്നുകൂടിയതും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെ വില്ലന്മാരായി ചിത്രീകരിച്ചതും എന്നൊക്കെയാണ്. പൃഥ്വിരാജ് ഒരു പ്രിവ്യൂ ഷോ പോലും വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് അതിലെ സസ്പെൻസുകൾ ലീക്കാകാൻ സാധ്യതയുണ്ടെന്നാണ്. മാത്രമല്ല, മാക്സിമം തിയേറ്ററുകൾ ലഭിക്കാനും ആദ്യ ദിവസം തന്നെ പറ്റുന്നത്ര ആളുകളെ ഈ സിനിമ കാണിക്കാനും പൃഥ്വിരാജിന്റെ കൂടെയുള്ള ഫണ്ടിംഗ് മാഫിയയും കഴിയുന്നതൊക്കെ ചെയ്യുകയും ചെയ്തു. റിലീസ് ദിവസം രാവിലെ മാത്രമാണ് മോഹൻലാൽ സിനിമ കാണുന്നത്. അതിനുശേഷമാണ് പണി കിട്ടിയ വിവരം മോഹൻലാൽ അറിഞ്ഞത് എന്നാണ് മോഹൻലാലിനോട് അടുത്ത കേന്ദ്രങ്ങൾ വരെ പറയുന്നത്. പക്ഷേ പറയേണ്ടത് മോഹൻലാലാണ്, അതും പൊതുസമൂഹത്തോട് പരസ്യമായി തന്നെ. ഉടൻ തന്നെ മോഹൻലാൽ അത് പറയുമെന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെയുള്ള ദേശീയവാദികൾ മോഹൻലാലിനെ വെളുപ്പിച്ചെടുക്കാൻ പുറത്തുവിടുന്ന ഒരു പ്രചരണമായി മാത്രമേ ഈ വാർത്തകളെ കാണാൻ കഴിയൂ. എമ്പുരാന്റെ പ്രമോഷനുകളിൽ സജീവമാകാതിരുന്ന സ്ക്രിപ്റ്റ് റൈറ്ററായ മുരളി ഗോപിയും മൗനം വെടിയണം. കാര്യങ്ങൾ തുറന്നു പറയാൻ രംഗത്തു വരണം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് മലയാള സിനിമയെ വിദേശത്ത് നിന്ന് നിയന്ത്രിക്കുന്ന ഏതോ ഒരു ലൂസിഫറിന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന പിണിയാളുകളാണെന്ന് സാമാന്യ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കും. 730 തിയേറ്ററുകൾ ഒരു ദിവസം ഒരു സിനിമ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായി പ്രദർശിപ്പിച്ചാൽ പരമാവധി നേടുക 18 കോടി. നികുതിയും തിയേറ്റർ വിഹിതവും കഴിഞ്ഞാൽ നിർമ്മാതാവിന് കിട്ടുക 7 കോടി. 2 ദിവസം കൊണ്ട് എമ്പുരാൻ 100 കോടി കടന്ന് റെക്കോർഡിട്ടെന്ന മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും അവകാശവാദങ്ങളും സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. ആ പണം വന്ന വഴികൾ കണക്ക് സഹിതം കയ്യിൽ തന്നെ വേണം, അതുടനെ ആവശ്യം വരും. വിദേശ റിലീസിംഗിന്റെ പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടികൾ കളക്ഷൻ ഒപ്പിച്ചു എന്ന സ്ഥിരം ക്ലീശയാണ് മനസ്സിലെങ്കിൽ ഇത്തവണ അതും അത്ര എളുപ്പമാകില്ല. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ഹവാല പണം ഇന്ത്യയിൽ ഒഴുക്കാൻ, അതിലൂടെ തീവ്രവാദം വളർത്താൻ ദേശീയവിരുദ്ധ റിപ്പോർട്ട് സേഫ് സോണായി കാണുന്നത് ഹിന്ദു നാമധാരികളെയാണ്. പക്ഷേ ഇത്തവണ ആ മനപ്പായസം അതങ്ങ് 4 മടക്കി പോക്കറ്റിൽ വെക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പിക്കാം, മലയാള സിനിമയെ ഒരു ദേശവിരുദ്ധ മാഫിയ കൈപ്പിടിയിൽ ഒതുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. കള്ളപ്പണത്തെ വെളുപ്പിക്കാനും കഞ്ചാവിനെ ഇടുക്കി ഗോൾഡ് ആക്കാനും മലയാള സിനിമയ്ക്ക് പ്രത്യേക കഴിവാണല്ലോ. പക്ഷേ എന്തോ ആ കഴിവ് എമ്പുരാനിലൂടെ ഇറക്കിയപ്പോൾ അതിന് എന്തോ ഒരു കാതലായ തകരാർ സംഭവിച്ചു. ആ തകരാറിന് വലിയ വില കൊടുക്കേണ്ടി വരും, അതും വലിയ വില. ആ വില കൊടുക്കാൻ ഏട്ടനും പൃഥ്വിരാജകുമാരനും പിന്നിലുള്ള ഖുറേഷിമാരും റെഡിയായി അങ്ങിരിക്കുക.
ന്യൂസ് ഡെസ്ക് IBN മലയാളം.